ലല്ലൂബി ഒരു വിവാദ നായകനാണ് എന്നതിനപ്പുറം നീതി തേടി അലയുന്ന ഒരു യുവാവും കൂടെയാണ്. അതായത് ഒരു വിവാഹം കഴിച്ചതിന്റെ പേരിൽ ആ മനുഷ്യൻ ഇനി അനുഭവിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. വിവാദ നായകനായി മാറിയിരിക്കുകയാണല്ലോ ലല്ലു. ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും പറയേണ്ട കാര്യമില്ല. കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. എന്നിട്ട് താൻ കേൾക്കാത്ത പരിപാടികളൊന്നും ഇല്ല. അതായത് കോഴി, പിന്നെ എന്താ പറയാ, തുറന്നു പറയുന്നതൊന്നും തോന്നരുത്. പറയാം, നെറികെട്ടവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. സ്ത്രീ എന്ന് പറയുന്ന വർഗം എങ്ങനെയാ? എന്റെ വീഡിയോസ് ഇടുന്ന ടൈമില് അവൾക്ക് കുറച്ച് റീച്ചും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഈ അവീതം പിന്നെ മറ്റുള്ളവരെ എക്സ്പോസ് ചെയ്യുമ്പോഴാണ് കുറച്ച് റീച്ച് കിട്ടുക. ട്രെൻഡ് ആണല്ലോ. അല്ല, അതിൽ എനിക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. പറയപ്പെടുന്ന പെൺകുട്ടി ഫസ്സി, അതാണല്ലോ ഓമന പേര് വിളിക്കപ്പെടുന്നത്. ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടിക്ക് തന്നെ വെച്ച് വിറ്റ് കാശാക്കിയാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. താൻ ഇതിലെങ്ങനെയാണ് പെട്ടത്? കമ്പനി ആയിരുന്നു. കമ്പനി അതിന്റെ പുറത്ത് ഞങ്ങൾ തമ്മിൽ ഒരു സാഹചര്യത്തിന്റെ ഇത് മൂലം പലതും സംഭവിച്ചു പോയി. എന്റെ അത് കഴിഞ്ഞൊരു വിത്തിൻ 1 വീക്ക് ആ ടൈമിലാവുമ്പോൾ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടു. ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. യൂട്യൂബ്സിലാണ് വീഡിയോസ് എല്ലാം പോകുന്നത്. ഇത് അവർ റിമൂവ് ചെയ്തിട്ടുമില്ല. അപ്പൊ ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ സൈബർ പോലീസ് അറിയുകയും അത് റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുകയും. അപ്പൊ ഇവള് സ്റ്റേഷനിലോട്ടൊക്കെ വിളിപ്പിച്ചായിരുന്നു. കേസൊക്കെ FIR ഒക്കെ ഇട്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഉണ്ടല്ലോ വീഡിയോസ് ഒക്കെ. പക്ഷെ അവള് റിമൂവ് ചെയ്യത്തില്ല. സ്റ്റേഷനിൽ വിളിക്കുന്ന ഡേയിൽ മാത്രം ആർച്ചിയിലോട്ട് കയറ്റും. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് പിന്നെ റീപോസ്റ്റ് ചെയ്യും. എന്നിട്ട് പിൻ ചെയ്ത് വെക്കും. ഔചിത്യം എന്നൊരു സാധനം ഉണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. റീൽസ് ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. അത് അപ്ലോഡ് ചെയ്യാനുള്ള കാരണം ഇവളെ എക്സിനെ പൊളിപ്പിക്കുക എന്നുള്ള രൂപത്തിൽ എന്നോട് കൂടെ നിൽക്കാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. കിസ്സിങ്ങോ അങ്ങനത്തെ ഒരു സംഭവം അങ്ങനത്തെ ഒന്നും ആ റീൽസിലൊന്നും ഉണ്ടായിട്ടില്ല. അവര് ജസ്റ്റ് ഒരു ഫ്രണ്ട്സ് അങ്ങനെ അതുപോലെ തന്നെ. എനിക്ക് ഈ ഫസിയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല. അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പിൽ അവർ പ്രഗ്നന്റ് ആണെന്ന് ആരോപിക്കുകയും ചെയ്യുന്നു. അത് നിക്കാഹിലേക്ക് എത്തിപ്പിക്കുകയും ചെയ്യുന്നു. അതൊക്കെ എങ്ങനെയാ സംഭവിക്കുക? പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ എവിടെ താമസിച്ചാലും, എവിടെ ഒരു റൂം എടുത്ത് എവിടെ താമസിച്ചാലും അവിടെ ഒക്കെ ഒന്ന് സീൻ ഉണ്ടാക്കുക. എല്ലാവർക്കും എന്നെ മതി. ജീവിക്കാൻ സമ്മതിക്കത്തില്ല. കുറെ നാളായി നിന്നെ സഹിക്കുന്നു. വേണ്ട വേണ്ട എന്ന് വെക്കും തോറും